ഹായ് ഹലോ ഹവറി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോവുകയാണ്. ഏട്ടൻ്റെ മാമൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയുടെ മോളും ജാനിക്കുട്ടിയും കൂടിയാണ് പോകുന്നത്. കോട്ടയിൽ രാവിലെ ഞങ്ങളൊരു 10 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ 11 മണിയെങ്കിലും ആവും. 11:30 എന്നാണ് സമയം പറഞ്ഞിരുന്നത് എൻഗേജ്മെൻറ്റിന്. അപ്പോൾ ഞങ്ങളൊരു 10 മണിയോടുകൂടി ഇറങ്ങി. കോന്നിയിലാണ് കേട്ടോ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഫംഗ്ഷനാണ് കേട്ടോ. എൻഗേജ്മെൻറ്റ് പറയുന്നെങ്കിലും ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഇതാണ് ബ്രൈഡ്, ലക്ഷ്മി എന്നാണ് പേര്. നെക്സ്റ്റ് മന്താണ് കേട്ടോ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ബന്ധുക്കളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജാനി പിന്നെ എല്ലാവരോടും പെട്ടെന്ന് കമ്പനിയായി. അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഈശ്വര പ്രാർത്ഥനയൊക്കെ കൂടി ഫംഗ്ഷനൊക്കെ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ താഴെ അച്ചൻകോവിലാറാണ് കേട്ടോ. അപ്പോൾ ജാനിക്ക് ആറൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആറ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് അച്ചൻകോവിലാറ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ സ്ഥലം കാണാനായിട്ട്. ഇപ്പോൾ അവിടെ വെള്ളമെല്ലാം കയറി കിടക്കണം. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ജാനി എന്നോട് വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം നല്ലോണം വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ സദ്യയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നല്ലോണം വിശന്നു. പിന്നെ ജാനിക്ക് ഭയങ്കര ആഗ്രഹം ബ്രൈഡിനെ കണ്ടപ്പോഴത്തേക്കും അവളെ പോലെ മേക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി കൊണ്ടുപോയിട്ട് ജാനിക്ക് മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. ജാനി ഭയങ്കര ഹാപ്പിയായി മേക്കപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്കും. പിന്നെ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നു, ഓട്ടോ വെയിറ്റ് ചെയ്ത് കുറേ സമയം നിന്ന്. പിന്നെ റിലേറ്റീവ്സിനോടെല്ലാം ബൈ ബൈ ഒക്കെ പറഞ്ഞു. എല്ലാവർക്കും ജാനിയെ കണ്ട് നല്ല സന്തോഷമായി. കുറേ നാൾക്ക് ശേഷമാണ് ജാനിയെ കാണുന്നത്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.